നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ തീരുമാനം. ദേശീയപാത മുരിങ്ങൂർ ജംഗ്ഷന്റെ സർവീസ് റോഡ് ടാറിംഗ് പൂർത്തിയായി. 13കാരിയെ പീഡിപ്പിച്ച കേസിൽ 19കാരന് 38 വർഷം കഠിന തടവും 96,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വെങ്കിടങ്ങ് സ്വദേശി നവീൻ കൃഷ്ണനെയാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ശിക്ഷിച്ചത്. അതിരപ്പള്ളി കണ്ണൻകുഴിയിലെ റിസോർട്ടിൽ കാട്ടാനകൾ ഇറങ്ങി. കാട്ടാനക്കൂട്ടം റിസോർട്ടിന്റെ ഗേറ്റ് തകർത്തു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത് എന്ന ആരോപണവുമായി BJP. ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന സൊസൈറ്റി. ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിൽ ക്ഷമ ചോദിച്ച് ജാസ്മിൻ ജാഫർ. വിവാദ റീൽ പേജിൽ നിന്നും നീക്കം ചെയ്തു. വാർത്തകൾ വിശദമായി. മണ്ണുത്തി ഇടപ്പള്ളി അടിപ്പാത നിർമ്മാണത്തെ തുടർന്നുള്ള ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ തീരുമാനം. ജില്ലാ കളക്ടർ, ജനപ്രതിനിധികൾ, ദേശീയപാത അതോറിറ്റി, പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് തീരുമാനം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത ഒഴിവാക്കി വലിയ വാഹനങ്ങൾ തീരദേശ ഹൈവേയിലൂടെ കടത്തിവിടാനാണ് നീക്കം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ സർവീസ് റോഡുകൾ വേഗത്തിൽ പൂർത്തീകരിക്കാനും വരന്തരപ്പള്ളി കല്ലൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് അടിപ്പാതയിലൂടെ കടന്നുപോകാൻ പോലീസ് സേവനം ഏർപ്പെടുത്തണമെന്നും ആവശ്യമുയർന്നു. പരിശോധനാ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറും. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടികൾ സ്വീകരിക്കുക. KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത മുരിങ്ങൂർ ജംഗ്ഷനിലെ സർവീസ് റോഡ് ടാർ ചെയ്തു. ടാറിങ്ങിന്റെ ഭാഗമായി വാഹനങ്ങൾ വഴി മാറ്റിവിട്ടതിനെ തുടർന്ന് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. തൃശൂർ എറണാകുളം റൂട്ടിലെ സർവീസ് റോഡിലാണ് ടാറിംഗ് തുടങ്ങിയത്. ടാറിങ്ങിന്റെ ഭാഗമായി മുരിങ്ങൂർ ഡിവൈൻ നഗർ അടിപ്പാതയിലൂടെ എറണാകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തിരിച്ചുവിട്ടിരുന്നു. ഇതിനായി മറുഭാഗത്ത് സർവീസ് റോഡിൽ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തതോടെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന പേരാമ്പ്രയിൽ സർവീസ് റോഡുകളുടെ റീടാറിംഗ് പണി പുരോഗമിക്കുന്നു. പേരാമ്പ്ര പെട്രോൾ പമ്പിന് സമീപം ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലാണ് ടാറിംഗ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടുവെങ്കിലും പോലീസ് ഇടപെട്ട് വാഹനങ്ങളെ നിയന്ത്രിച്ച് കടത്തിവിട്ടതിനാൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവായി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർവീസ് റോഡുകൾ കേടുവന്ന ഭാഗത്തും ടാറിംഗ് തകർന്ന് കുഴികൾ രൂപപ്പെട്ട ഭാഗത്തുമാണ് റീടാറിംഗ് നടക്കുന്നത്. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് സമീപം തകർന്ന റോഡിന്റെ ഭാഗങ്ങൾ പൂർണ്ണമായും ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലെ ഗതാഗത പ്രശ്നങ്ങളും റോഡിന്റെ സ്ഥിതിയും വിലയിരുത്തുന്നതിനായി കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും RTOയും ഉൾപ്പെട്ട സംഘം ആമ്പല്ലൂർ അടക്കമുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ചു. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പരിശോധന നടത്തി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി. റിപ്പോർട്ട് നൽകുന്നതിനാണ് ജില്ലാ കളക്ടർ മുരിങ്ങൂരിലെത്തിയത്. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ, ചാലക്കുടി DYSP PC ബിജുകുമാർ എന്നിവരും റിപ്പോർട്ട് ശേഖരണത്തിന്റെ ഭാഗമായി സ്ഥലത്തെത്തി. സനീഷ് കുമാർ ജോസഫ് MLA, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത എന്നിവരും മുരിങ്ങൂർ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരുന്നു. ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതകൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ ജില്ലാ കളക്ടറോട് പരാതിപ്പെട്ടു. ദേശീയപാത 66 കൊടുങ്ങല്ലൂർ CI ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യത്തിന് കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും അനുകൂല നിലപാട് ഉണ്ടാകാൻ BJP പരിശ്രമിക്കുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ ജനങ്ങളുടെ ഇന്ന് കാണുന്ന ദുരിതത്തിന് യാതൊരുവിധ പരിഹാരവും കാണാത്ത ഭരണാധികാരികളാണ് കൊടുങ്ങല്ലൂർ ഭരിക്കുന്നത്. അടിപ്പാത വിഷയത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നൽകാൻ കഴിയാത്ത നഗരസഭാ നേതൃത്വം ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും MLA ഉൾപ്പെടെയുള്ളവർ പ്രദേശത്തിന്റെ ആവശ്യം ചൂണ്ടിക്കാട്ടുന്നതിൽ പരാജയപ്പെട്ടുവെന്നും PK കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. തൊട്ടടുത്ത സ്ഥലങ്ങളിലെല്ലാം മേൽപ്പാലങ്ങളും അടിപ്പാതകളും ലഭിച്ചപ്പോഴും കൊടുങ്ങല്ലൂരിൽ മാത്രം ലഭിക്കാതെ പോയത് കൊടുങ്ങല്ലൂരിലെ ഭരണ പരാജയമാണ് ചൂണ്ടിക്കാട്ടുന്നത്. CI ഓഫീസ് ജംഗ്ഷൻ സന്ദർശിച്ച PK കൃഷ്ണദാസിനെ
BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജിതേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ജെമി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. 13-കാരിയെ പീഡിപ്പിച്ച കേസിൽ 19-കാരന് 38 വർഷം കഠിന തടവും 96,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വെങ്കിടങ്ങ് ഇടിയഞ്ചിറ സ്വദേശി നവീൻ കൃഷ്ണനെയാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ശിക്ഷിച്ചത്. പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പലതവണ ലൈംഗിക പീഡനം നടത്തിയെന്നാണ് കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. അതിരപ്പള്ളി കണ്ണൻകുഴിയിലെ റിസോർട്ടിൽ കാട്ടാന ആക്രമണം. ഷെയ്ഹീം റിസോർട്ടിലാണ് ശനിയാഴ്ച രാവിലെ കാട്ടാനകളെത്തിയത്. കുട്ടിയാന ഉൾപ്പെടെ 5 ആനകളാണ് സംഘത്തിലുണ്ടായിരുന്നത്. റിസോർട്ടിന്റെ ഗേറ്റ് തകർത്താണ് ആനകൾ അകത്തു കടന്നത്. പാർക്കിലും മറ്റും ചുറ്റിത്തിരിഞ്ഞ ആനകൾ ആളുകൾ ബഹളം വെച്ചതോടെ പുറത്തേക്ക് പോവുകയായിരുന്നു. ഇടവേള. പൂരത്തിന്റെയും പുലിക്കളിയുടെയും നാടായ തൃശൂരിലെ ശക്തി തമ്പുരാന്റെ തട്ടകത്തിൽ ജോസ്കോ ഗോൾഡ് ടവർ തിളക്കമേറിയ പുതിയ രൂപത്തിൽ. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. മണിക്കൂറുകൾ തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ. ജോസ്കോ ജ്വല്ലേഴ്സ്, ഗോൾഡ് ടവർ, പാലസ് റോഡ്, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പോ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ലക്ഷ്മിക്കുട്ടി, ഇതെന്നെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടുമല്ലോ. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തകളിലേക്ക് വീണ്ടും. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത് എന്ന ആരോപണവുമായി BJP. ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് സൊസൈറ്റി. ആശുപത്രി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ആശുപത്രി വികസനത്തിന് തടസ്സമാണെന്നും സ്ഥാപനത്തെ ആശുപത്രി കെട്ടിടത്തിൽ നിന്നും മാറ്റണമെന്നും BJP പുതുക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോയ് മഞ്ഞളി ആവശ്യപ്പെട്ടു. സ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം CPM-ന്റെ നേതൃത്വത്തിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് അതിന്റെ പേരിൽ ഗവൺമെന്റ് ആശുപത്രിയുടെ പേരിലും വളരെയധികം ഫണ്ട് പിരിവും പല കടകളിലും ഈ സംഭാവന ബോക്സ് വെച്ചിട്ട് ഫണ്ട് പിരിവും നടത്തുന്നുണ്ട്. അനധികൃതമായി നടത്തുന്ന ഈ സ്ഥാപനം അവർ വേറെ ഏതെങ്കിലും ബ്ലോക്ക് ഓഫീസിലോ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി നടത്തിക്കോട്ടെ. ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ നിന്ന് ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് കരാർ ലഭ്യമല്ലെന്ന് ആശുപത്രി അധികൃതർ നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നു. പാലിയേറ്റീവ് യൂണിറ്റിലെ ജീവനക്കാർ ഉപയോഗിക്കുന്ന വെള്ളം, വൈദ്യുതി തുടങ്ങി മറ്റു സൗകര്യങ്ങൾക്കൊന്നും ആശുപത്രിയിലേക്ക് ഫണ്ട് ലഭിക്കുന്നില്ലെന്നും താലൂക്ക് ആശുപത്രിയുടെ പേരിൽ സമീപ പ്രദേശങ്ങളിലും സ്ഥാപനങ്ങളിലും ബോക്സ് സ്ഥാപിച്ച് നടത്തുന്ന പണപ്പിരിവിലൂടെയുള്ള വരുമാനം ദുരുപയോഗം ചെയ്യുകയാണെന്നും BJP മണ്ഡലം ജനറൽ സെക്രട്ടറി വിജു തച്ചങ്കുളം ആരോപിച്ചു. നമ്മുടെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ സർക്കാർ സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു പാലിയേറ്റീവ് സെൻ്റർ ഉണ്ട്. അത് ഒരു ഡമ്മിയാക്കി വെച്ചുകൊണ്ട് അവിടെ സുസ്ഥിര പാലിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് സൊസൈറ്റി നടത്തി വരികയാണ് വർഷങ്ങളായിട്ട്. പുതുക്കാട്, ആമ്പല്ലൂർ പ്രദേശങ്ങളിലെ കടകളിലെല്ലാം ഉണ്ടിക വെച്ച് കളക്ഷൻ എടുക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലാണ് ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ ആശുപത്രിയുടെ ഏരിയ അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാരണം ഒരു വാഹന പാർക്കിംഗ് ഇല്ല, അവിടെയുള്ള ആംബുലൻസ് വരെ പുറത്തിടേണ്ട ആവശ്യങ്ങൾ വരികയാണ്. ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം അവിടെ അനധികൃതമായിട്ട് നടന്നു വരുന്നത്. താലൂക്ക് ആശുപത്രിയുടെ അനുമതിയില്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നുവെന്നും BJP നേതാക്കൾ പറഞ്ഞു. അതേസമയം ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ച് 2006 പ്രവർത്തനം ആരംഭിച്ച സൊസൈറ്റിയുടെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സുസ്ഥിര പാലിയേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ്
പി തങ്കം പറഞ്ഞു. മേഖലയിൽ കിടപ്പുരോഗികളും മാരകമായ രോഗങ്ങൾ ബാധിച്ചവരും നിരവധിയുണ്ടായിരുന്ന കാലത്ത് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള താലൂക്ക് ആശുപത്രിയിൽ ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്. മുൻമന്ത്രി സി രവീന്ദ്രനാഥ് MLA ആയിരിക്കെ 3 സർക്കാർ ആശുപത്രി അധികൃതർ ഏർപ്പെട്ട കരാർ നിലവിലുണ്ട്. നിലവിൽ 1000 രോഗികളും 300 കിടപ്പുരോഗികൾക്കും സുസ്ഥിര പാലിയേറ്റീവ് സൊസൈറ്റിയുടെ സേവനം ലഭിക്കുന്നുണ്ട്. പൂർണ്ണമായും സേവന സന്നദ്ധരായ ഡോക്ടർമാരും പരിശീലനം നേടിയ നഴ്സുമാരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സൊസൈറ്റിയുടെ ആംബുലൻസ്, ഫ്രീസർ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ആശുപത്രിക്ക് വേണ്ടിയാണ്. TCV ന്യൂസ്, പുതുക്കാട്. ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിൽ ക്ഷമ ചോദിച്ച് ജാസ്മിൻ ജാഫർ. ജാസ്മിനെതിരെ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകിയിരുന്നു. റീൽസിനെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് താരം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിലൂടെ റീൽസ് ചിത്രീകരിച്ചതിൽ മാപ്പ് ചോദിച്ചത്. വിവാദ റീൽ പേജിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു. തന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റാണെന്നും ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്നുമാണ് ജാസ്മിൻ പറയുന്നത്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുവെന്നാണ് ജാസ്മിനെതിരായ പരാതി. ഗുരുവായൂർ ക്ഷേത്ര സന്നിധി ക്ഷേത്രവിരുദ്ധരുടെ സങ്കേതമാകുന്നതായി ഹിന്ദു ഐക്യവേദി. ഹൈക്കോടതി വിലക്ക് നിലനിൽക്കെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ പ്രമോഷൻ വീഡിയോ ചിത്രീകരിച്ചത് ദേവസ്വത്തിന്റെ ഗുരുതരമായ വീഴ്ചയും വിശ്വാസികളോടുള്ള വെല്ലുവിളിയുമാണ്. ഇത്തരം ക്ഷേത്രവിരുദ്ധമായ റീൽസ് ചിത്രീകരണം നടക്കുന്നത് കോടതി അലക്ഷ്യത്തിനും ക്ഷേത്രവിരുദ്ധ കാര്യങ്ങൾക്കും ദേവസ്വം കൂട്ടുനിൽക്കുന്നതിന് തെളിവാണ്. ജാസ്മിൻ ജാഫറിനെതിരെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി P. സുധാകരൻ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. പാടശേഖരം മുഴുവൻ മദ്യക്കുപ്പികൾ നിറഞ്ഞതിനാൽ കൃഷിയിറക്കാൻ കഴിയാതെ ദുരിതത്തിലായി കർഷകർ. തെക്കുംകര മണലുത്തറ വിരുപ്പാക്ക റോഡരികിലെ പാടശേഖരത്തിലാണ് മദ്യപാനികളുടെ വിളയാട്ടം. റോഡരികിലിരുന്ന് മദ്യപിച്ചതിന് ശേഷം കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സമീപത്തെ പാടശേഖരത്തിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ്. മണലുത്തറ സ്വദേശി ബോബന്റെ 1 ഏക്കർ വരുന്ന പാടശേഖരത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പാടശേഖര സമിതി ഭാരവാഹികളും നാട്ടുകാരും കർഷകരും ചേർന്ന് മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പെറുക്കിയെടുത്തത്. പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് കുറവായതിനാലാണ് മദ്യപാനികൾ രാത്രി സമയങ്ങളിൽ തമ്പടിക്കുന്നത് എന്ന് കർഷകർ പറഞ്ഞു. തിരുവല്ലുവാമല പട്ടിപ്പറമ്പിൽ കൃഷിയിടത്തിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം രൂക്ഷം. കൃഷിയിടത്തിന്റെ സംരക്ഷണ വേലി നശിപ്പിച്ച നിലയിലാണ്. പട്ടിപ്പറമ്പ് വരണംപാടം പ്രദേശത്തെ ആര്യംപാടത്ത് രാധാകൃഷ്ണൻ എന്നയാളുടെ കൃഷിയിടത്തിലെ സംരക്ഷണ വേലിയുടെ ഇരുമ്പ് തൂണുകളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. കാട്ടുപന്നികളുടെ ആക്രമണം ചെറുക്കുന്നതിനായി സ്ഥാപിച്ച വേലിയാണ് നശിപ്പിച്ചത്. കൃഷിയിടത്തിലെ കാട്ടുപന്നികളുടെ ആക്രമണം ചെറുക്കാൻ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആശങ്കയിലാണ് കർഷകർ. MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. വേലൂർ പഴയ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം പുതിയ പോസ്റ്റ് ഓഫീസിന് സമീപം സമാപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KS അനിൽകുമാർ അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, സംസ്ഥാന സമിതി അംഗം E. ചന്ദ്രൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വിഷ്ണു അമ്പാടി, സുരേന്ദ്രൻ വെള്ളറക്കാട്, മണ്ഡലം വൈസ് പ്രസിഡന്റ് മുകുന്ദൻ വേലൂർ തുടങ്ങിയവർ സംസാരിച്ചു. മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ടാറിംഗ് പൂർത്തിയാക്കിയ സംസ്ഥാനപാത പാറയംപാടത്ത് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടി. നിരവധി നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം രാത്രിയാണ് പാറയംപാടം കുരിശുപള്ളി മുതൽ സെന്റർ വരെ ആധുനിക നിലവാരത്തിലുള്ള ടാറിംഗ് പൂർത്തിയാക്കിയത്. ടാറിംഗ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് ജലവിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുകയും റോഡ് തകരുകയും ചെയ്തത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ചാവക്കാട് കടലിൽ നിമജ്ജനം ചെയ്യുന്നതിനുള്ള പ്രധാന ഗണേശ വിഗ്രഹം ഗുരുവായൂരിൽ എത്തിച്ചു. മഞ്ജുളാൽ പരിസരത്ത് നിന്ന് വാദ്യമേളങ്ങളുടെയും പൂത്താലങ്ങളുടെയും അകമ്പടിയോടെ ഗണേശ വിഗ്രഹം ഘോഷയാത്രയായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് ഗണപതി ഹോമം, ഭജന, ദീപാരാധന എന്നിവ നടത്തി. 4 ദിവസം പൂജ ചെയ്ത് ചൈതന്യവത്താക്കുന്ന വിഗ്രഹം വിനായക ചതുർത്ഥി ദിനമായ 27-ന് ചാവക്കാട് വിനായക തീരത്ത് നിമജ്ജനം ചെയ്യും. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയും ഗണേശ സംഗീതോത്സവവും ഈ മാസം 26, 27 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ചൊവ്വാഴ്ച രാവിലെ കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഗണേശ സംഗീതോത്സവത്തിന് തുടക്കം കുറിക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ 300-ൽ പരം സംഗീതാർത്ഥികൾ പങ്കെടുക്കും. വിനായക ചതുർത്ഥി, ഗണേശ സംഗീതോത്സവ ചടങ്ങുകളിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, വൈസ് പ്രസിഡന്റ് OA പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ അക്ഷയ് രഞ്ജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്ര മൈതാനിയിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലി വിളവെടുത്തു. ശബരിമല ക്ഷേത്രം മുൻ മേൽശാന്തി AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുധീഷ് വെട്ടിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. പൂകൃഷിക്ക് മേൽനോട്ടം വഹിച്ച ദിവാകരൻ കുറ്റിയാട്ടിലിനെ ചടങ്ങിൽ ആദരിച്ചു. മറ്റത്തൂർ കൃഷി ഓഫീസർ ഡോക്ടർ VU ദിവ്യ, ക്ഷേത്രം സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ M രാജിത തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. TCBയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCB ചാനലിലൂടെ. TCB ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCBയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCB ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCB പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCBയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCBക്കൊപ്പം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. ജയിൽ വകുപ്പിലെ വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ കറക്ഷണൽ സർവീസ് മെഡലിനും മുഖ്യമന്ത്രിയുടെ പ്രിസൺ സർവീസ് മെഡലിനും അർഹനായ ആരിഫ് KM കക്കേരിയെ പഴുവിൽ സൗഹാർദ്ദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അഡ്വക്കേറ്റ് KO ജോൺ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് ഉമ്മർ പഴുവിൽ അധ്യക്ഷനായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴുവിൽ യൂണിറ്റ് പ്രസിഡന്റ് NK ഷാജഹാൻ, ഓട്ടംതുള്ളൽ കലാകാരൻ പഴുവിൽ ഗോപിനാഥ്, CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി CA ശിവൻ, കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CM പരമശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മിശ്ര കൃഷിയിലൂടെ വിജയം വരിച്ച് കീർത്തി മധു. തിരുവില്ലാമല പഞ്ചായത്തിലെ 8ാം വാർഡ് ഏരുകുളം മീനിക്കോട് സ്വദേശിനി മേച്ചിറക്കളം കീർത്തിക്ക കൃഷി ജീവിതത്തിന്റെ ഭാഗമാണ്. പച്ചമുളക്, വെണ്ട, തക്കാളി, മത്തൻ, കുമ്പളം, കൊത്തമര, പയർ തുടങ്ങിയ നിരവധി പച്ചക്കറികളാണ് വീടിന്റെ മട്ടുപ്പാവിൽ ജൈവരീതിയിൽ വിളയിച്ചെടുക്കുന്നത്. കൂടാതെ നാടൻ കോഴികൾ, താറാവ്, മീൻ വളർത്തൽ തുടങ്ങിയവയുമുണ്ട്. പഞ്ചായത്തിലെ ഏറ്റവും നല്ല മട്ടുപ്പാവ് കർഷകയ്ക്കുള്ള അവാർഡ് കീർത്തി മധു കരസ്ഥമാക്കിയിരുന്നു. കാവലിന് മാത്രമല്ല പട്ടി വളർത്തലിലൂടെ വരുമാനവും കണ്ടെത്താമെന്ന് കീർത്തി തെളിയിക്കുന്നു. ലാബർഡോഗ് ഇനത്തിൽപ്പെട്ട പട്ടി വളർത്തി എല്ലാ വർഷവും കുട്ടികളെ വിൽപ്പനയും നടത്തുന്നുണ്ട്. കീർത്തിക്ക് പൂർണ്ണ പിന്തുണയായി ഭർത്താവ് മധുവും മക്കൾ കോളേജ് വിദ്യാർത്ഥിനികളായ അമിത, ആദിത്യ എന്നിവരുമുണ്ട്. സ്ഥലമില്ലെന്ന പരാതി പറയുന്നവർക്ക് വീടിന്റെ മട്ടുപ്പാവിൽ പോലും സ്വന്തം ആവശ്യങ്ങൾക്കുള്ള പച്ചക്കറികൾ വിളയിച്ചെടുക്കുന്നതിൽ കീർത്തി മാതൃകയാണ്.
TCV ന്യൂസ്, തിരുവില്ലാമല. ശ്രീനാരായണപുരത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ക്ഷേത്രഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കൊരട്ടി തിരുമുടിക്കുന്ന് സ്വദേശി മരോട്ടിക്കുടി വീട്ടിൽ ഷിൻഡോയെയാണ് ചാലക്കുടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കറുകുറ്റി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച് കവർച്ച നടത്തിയ കേസിലും വെട്ടുകടവിലുള്ള കപ്പേളയുടെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷ്ടിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. മതിലകം SHO MK ഷാജി, SIമാരായ അശ്വിൻ റോയ്, TN പ്രദീപൻ, ASI പ്രജീഷ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. യുവാവിനെ മർദ്ദിച്ച് മൊബൈൽ ഫോണും ബൈക്കും എടുത്തുകൊണ്ടുപോയ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി അറസ്റ്റിലായി. എടക്കഴിയൂർ സ്വദേശി കുന്നത്ത് വീട്ടിൽ നബീലാണ് അറസ്റ്റിലായത്. ഈ കേസിൽ ഉൾപ്പെട്ടിരുന്ന 5 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SHO വിമൽ, SI ശരത് സോമൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തീപിടുത്തം. വാക്സിൻ സൂക്ഷിക്കുന്ന മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. എക്സോസ്റ്റ് ഫാനിൽ നിന്ന് പുക ഉയർന്ന് തീപിടിക്കുകയായിരുന്നു. ഹെൽത്ത് സെന്റർ ജീവനക്കാർ അഗ്നിശമന ഉപകരണം ഉപയോഗിച്ച് തീകെടുത്തുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ അറിയിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് നടപ്പിലാക്കിയ ഉറവിട ജൈവ മാലിന്യ സംസ്കരണത്തിനായി വീടുകളിലേക്ക് ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഹരിദാസ് ബാബു അധ്യക്ഷനായി. വികസന സ്ഥിരം സമിതി അധ്യക്ഷ സിന്ധു സഹദേവൻ, ജനപ്രതിനിധികളായ CP പോൾ, PA ജോസ്, സുധാ സദാനന്ദൻ, നീതു ഷിജു, ഷിമി ഗോപി എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായി നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ ലഭിച്ച മുഹമ്മദ് ഹാദി, ഷഹബാസ് അഹമ്മദ് എന്നിവരെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫാസിൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് റിനാസ് മങ്ങാടൻ, KPCC വിചാർ വിഭാഗ് മണ്ഡലം സെക്രട്ടറി നബീൽ വാടാനപ്പള്ളി, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സബീന റാഫി തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നമ്പറമ്പ് മണലിത്തറ ചെന്നിക്കര റോഡ് ഉദ്ഘാടനം ആരെയും അറിയിക്കാതെ പാർട്ടി പരിപാടിയായി നടത്തുന്നുവെന്ന ആരോപണവുമായി BJP. ഞായറാഴ്ച ഉദ്ഘാടനം നടക്കുന്ന വേദിക്ക് മുന്നിൽ പ്രതിഷേധവുമായി BJP എത്തുമെന്നും വാർഡംഗം അശ്വിനി കണ്ണൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പദ്ധതി ഉൾപ്പെട്ട റോഡിന്റെ ഫ്ലെക്സ് ബോർഡുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പോലും വയ്ക്കാത്തത് CPM-ന് മോദിയോടുള്ള അലർജിയാണ് കാണിക്കുന്നത് എന്നും അശ്വിനി കണ്ണൻ ആരോപിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടത്തി. പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ KT ഷാജൻ, പ്രധാനാധ്യാപിക മേഴ്സി മാത്യു, പ്രിൻസിപ്പാൾ ജനീർ ലാൽ, അധ്യാപകരായ ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് കാരളം മണ്ഡലം പ്രവർത്തക സമ്മേളനം കാരളം NSS കരയോഗം ഹാളിൽ നടന്നു. കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷൈനി ജോജോ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ, സേതുമാധവൻ പറയമ്പളപ്പിൽ, ജോസ് ചെമ്പകശ്ശേരി, സിജോയ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മെൻസ്ട്രൽ കപ്പ് വിതരണവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, മെമ്പർമാരായ റീന വർഗീസ്, മാഗി അലോഷ്യസ്, MC ഐജു, CDS ചെയർപേഴ്സൺ നകുല പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു. നിർധനരായവർക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ പഴഞ്ഞി സ്കൂളിലെ VHSC വിദ്യാർത്ഥികൾ ഇത്തവണയും ഉപ്പേരി ചലഞ്ച് സംഘടിപ്പിച്ചു. സ്കൂളിലെ NSS-ഉം മാർക്കറ്റിംഗ് ലാബും ED ക്ലബ്ബും സംയുക്തമായി നടത്തിയ ഉപ്പേരി ചലഞ്ചിന്റെ ആദ്യ വിൽപ്പന സ്കൂൾ വൈസ് ചെയർപേഴ്സൺ അലീന അഭിയും NSS വോളണ്ടിയർ ലീഡർ നസ്വ ഫാത്തിമയും യാദവ് കൃഷ്ണ എന്നിവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ജനീർ ലാൽ,
NSS പ്രോഗ്രാം ഓഫീസർ ഇൻചാർജ് രഞ്ജിത്ത്, S. സുജിത്ത്, സുരേഷ്, ഗാഥ തുടങ്ങിയവർ നേതൃത്വം നൽകി. മരത്തിന്റെ കൊമ്പുകൾ ഏണിവെച്ച് കെട്ടുന്നതിനിടയിൽ മുകളിൽ നിന്ന് വീണ് യുവാവിന് ദാരുണാന്ത്യം. കാഞ്ഞിരക്കോട് തോട്ടുപാലം ആലത്തൂർ മനപ്പടി കുട്ടപ്പന്റെ മകൻ 33 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. പരിക്കേറ്റ വിഷ്ണുവിനെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇനി വാണിജ്യം. ഓണത്തോടനുബന്ധിച്ച് നിരവധിയിനം തുണിത്തരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും 1+1 ഓഫറുമായി തൃശൂർ സീമാസിൽ ആരംഭിച്ച ഓണം ബിഗ് സെയിലിന് ഉപഭോക്താക്കളുടെ വൻ തിരക്ക്. കസവിന്റെ പകിട്ടിൽ തയ്യാറാക്കിയ സാരി, സെറ്റ് സാരി, സെറ്റുമുണ്ട്, കസവുമുണ്ട് തുടങ്ങിയവ കൊണ്ടൊരു കസവ് മാളിക തന്നെ തീർത്തിരിക്കുകയാണ് കിഴക്കേക്കോട്ടയിലെ തൃശൂർ സീമാസ്. വിവിധ സെറ്റ് സാരികളായ അക്ഷരമാല, മയിൽപീലി, അമ്പാടിക്കണ്ണൻ, രാധാകൃഷ്ണൻ മ്യൂറൽ, ടിഷ്യൂ ചെക്ക്, ആലില തുടങ്ങിയവയും സെറ്റുമുണ്ടുകളായ ഗംഗാ ജമുന, മുള്ളോത്ത്, കട്ടിക്കര, ടിഷ്യൂ സിൽവർ, ഹാൻഡ് വർക്ക്, തെയ്യം, ധാവണികളായ ബനാറസി ബൂട്ട വർക്ക്, ചുരിദാർ സെറ്റ്, കോസ് സെറ്റ്, ബ്രാൻഡ് കുർത്ത, ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, പട്ടുസാരികളായ കുബേര, ഉപ്പട, സോഫ്റ്റ് ബനാറസി, ജോർജറ്റ് ബനാറസി, ടിഷ്യൂ സിൽക്ക്, മൾബറി, കോപ്പർ ടിഷ്യൂ, ഓർഗൻസ്, വില്ലേജ് കോട്ടൺ, അക്ഷയ, കാഞ്ചി കുബേര, ടഫേട്ട, ഗജി സിൽക്ക്, ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, ലേഡീസ് ജീൻസ്, ബാഗി ജീൻസ്, മോം ഫിറ്റ് പാൻറ്, പാരച്യൂട്ട് പാൻറ്, സിഗരറ്റ് പാൻറ്, പലാസ, കൊറിയൻ ബാഗി, ബോയ്സ് ഷർട്ട്, ടീഷർട്ട്, ബർമുഡ, ജെൻസ് കുർത്ത, ജെൻസ് ധോത്തി തുടങ്ങി നിരവധി ശ്രേണികളിലുള്ള വസ്ത്രങ്ങൾ ഓണം ബിഗ് സെയിലിൽ ആകർഷകമായ വിലക്കിഴിവിൽ 1+1 ഓഫറായി ലഭിക്കും. വസ്ത്രങ്ങൾക്കും തുണിത്തരങ്ങൾക്കും കർക്കിടകത്തിലെ അതേ വിലക്കുറവ് ചിങ്ങത്തിലും തിരുവോണം വരെ ലഭിക്കും. ഓണം പ്രമാണിച്ച് ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം രാവിലെ 9 മുതൽ രാത്രി 9:30 വരെ ഷോറൂം തുറന്നു പ്രവർത്തിക്കും. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9,315 രൂപ, പവന് 74,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ തീരുമാനം. ദേശീയപാത മുരിങ്ങൂർ ജംഗ്ഷന്റെ സർവീസ് റോഡ് ടാറിംഗ് പൂർത്തിയായി. 13കാരിയെ പീഡിപ്പിച്ച കേസിൽ 19കാരനെ 38 വർഷം കഠിന തടവും 96,000 രൂപ പിഴയും ശിക്ഷ. വെങ്കിടങ്ങ് സ്വദേശി നവീൻ കൃഷ്ണനെയാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ശിക്ഷിച്ചത്. അതിരപ്പള്ളി കണ്ടൻകുഴിയിൽ റിസോർട്ടിൽ കാട്ടാനകൾ ഇറങ്ങി, കാട്ടാനക്കൂട്ടം റിസോർട്ടിന്റെ ഗേറ്റ് തകർത്തു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത് എന്ന ആരോപണവുമായി BJP. ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന സൊസൈറ്റി. ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിൽ ക്ഷമ ചോദിച്ച് ജാസ്മിൻ ജാഫർ വിവാദ റീൽ പേജിൽ നിന്നും നീക്കം ചെയ്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.